കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രസവ ശസ്ത്രക്രിയയുടെ യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കുന്നമംഗലം കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 2 ഡോക്ടർമാരും 2 നഴ്സുമാരും പ്രതികളായാണ് കേസിൽ കുറ്റപത്രം നൽകിയതെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശൻ പറഞ്ഞു. 2017 നവംബർ 30 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെയാണ് പന്തീരങ്കാവ് സ്വദേശി കെ ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ മാർച്ച് 1 ഹർഷിന സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 4 പേരെയാണ് പ്രതി ചേർത്തത്. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CK രമേശൻ, സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് മലപ്പുറം സ്വദേശി ഡോക്ടർ M ഷഹന, മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സുമാരായ പെരുമണ്ണ സ്വദേശി M രഹന, ദേവഗിരി കളപ്പുരയിൽ KG മഞ്ജു എന്നിവരാണ് യഥാക്രമം കേസിലെ 1 മുതൽ 4 വരെയുള്ള പ്രതികൾ. ഇവർക്കെതിരെ കുറ്റപത്രം നൽകാൻ കഴിഞ്ഞ ദിവസം സർക്കാർ അനുമതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ന് കുന്നമംഗലം കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. 750 പേജുള്ളതാണ് കുറ്റപത്രം. കേസിൽ 60 സാക്ഷികളുമുണ്ട്. ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശൻ പറഞ്ഞു. അന്വേഷണത്തിൽ നിർണായക തെളിവായത് 2017 നടത്തിയ MRI സ്കാനിംഗ് ആണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അത് MRI റിപ്പോർട്ടാണ് ഇതിനകത്ത് നിർണായകമായത്. കാരണം ഇതിനകത്ത് നമ്മളെ ഈ മെഡിക്കൽ ബോർഡ് നമ്മൾ റിപ്പോർട്ട് കൊടുത്തപ്പോഴും അതിനകത്ത് അവർ പറഞ്ഞത് ഈ നെഗ്ലിജൻസ്, ഡോക്ടർമാരുടെ ഭാഗത്ത് നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് എവിടെ നിന്നാണ് കണ്ടെത്താൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഫൈൻഡിങ്സിലാണ് നമുക്ക് ഈ MRI തെളിവ് വെച്ചാണ്, ശാസ്ത്രീയ പരിശോധന അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത് ഇവിടെ വെച്ചാണ് നമ്മൾ കണ്ടെത്താൻ പറ്റുന്നത്. അതേസമയം നഷ്ടപരിഹാരം ലഭിച്ചാൽ മാത്രമേ നീതി പൂർണ്ണമാകൂവെന്ന് ഹർഷിന പ്രതികരിച്ചു. നഷ്ടപരിഹാരം കൂടി കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് പൂർണ്ണ നീതിയാവുന്നുള്ളൂ. നമുക്ക് നഷ്ടപ്പെട്ട ഒരു സാമ്പത്തിക നഷ്ടങ്ങൾ എന്തായാലും നമുക്ക് കിട്ടിയേ മതിയാവും. അതിലേക്ക് നിയമ പോരാട്ടത്തിനുള്ള ഒരു വാതിൽ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. അപ്പം തീർച്ചയായും ലക്ഷ്യത്തിലെത്തും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. 1 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ഹർഷിന ആവശ്യപ്പെടുന്നത്. അർഹമായ നീതിക്കായി ഹർഷിന നീണ്ട നാളത്തെ സമരം നടത്തിയിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്.